നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. കോൺഗ്രസ് നേതാവായ ശൂരനാട് വടക്ക് പുലിക്കുളം സ്വദേശിക്കെതിരെ ശൂരനാട് പോലീസിൽ പരാതി. ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. പുനലൂർ വെഞ്ചേമ്പ് പിനാക്കിൽ വ്യൂ പച്ചമലയിലെ ഉരുൾപൊട്ടൽ. സ്ഥലം റവന്യൂ വകുപ്പും ജിയോളജി അധികൃതരും സന്ദർശിച്ചു. ശക്തമായ മഴയിൽ വെഞ്ചേമ്പ് മാർക്കറ്റിൽ ഉൾപ്പെടെ വെള്ളം കയറി. സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം. 2 തവണയായി ബുധനാഴ്ച വർദ്ധിച്ചത് 800 രൂപ. പവന് 94,920 രൂപയായി. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 11,865 രൂപ. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ മഴ മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. വയോധികയ്ക്ക് നേരെ ലൈംഗികാതിക്രമമെന്ന് പരാതി. കോൺഗ്രസ് നേതാവായ ശൂരനാട് വടക്ക് പുലിക്കുളം സ്വദേശിക്കെതിരെയാണ് വയോധിക ശൂരനാട് പോലീസിൽ പരാതി നൽകിയത്. ഇവരെ മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിൽ ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വീട്ടുജോലിക്കാരിയായ വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി. സംഭവത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരെ ശൂരനാട് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി. കഴിഞ്ഞയാഴ്ചയായിരുന്നു സംഭവം. സമീപത്തെ വീട്ടിൽ ജോലിക്ക് പോയി തിരികെ വരികയായിരുന്ന വയോധികയെ സ്കൂട്ടറിലെത്തിയ ഇയാൾ നിർബന്ധപൂർവ്വം വാഹനത്തിൽ കയറ്റി. തുടർന്ന് ലൈംഗിക ചുവയോടെ സംസാരിച്ചു. ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയമായിരുന്നു. 5:26 ആ സമയത്തു. അവിടെ വന്നപ്പോഴത്തേന് അവൻ എൻ്റെ അടുത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് സഖാബേ കയറുന്നില്ലയോ വണ്ടിയിലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറിയപ്പം ആദ്യം കയറിയില്ല, മടിച്ച് നിന്ന്. രണ്ടാമത് വീണ്ടും എന്നെ കൈക്ക് പിടിച്ച് അവൻ കയറ്റി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേന് അവൻ വായി വന്നിട്ട് അഭ്യസമായ വാക്കുകൾ സംസാരിച്ചു. അപ്പോൾ എനിക്കത് കേട്ട് നിൽക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടതായി ഭാവിക്കാതെ എന്നെ ഇവിടെ ഇറക്കെന്ന് പറഞ്ഞിട്ട് അവൻ ഇറക്കിയില്ല. അപ്പോൾ കയറ്റത്തോട്ട് വരുമ്പോൾ എന്നെ ഇറക്കുമെന്ന് വിചാരിച്ചു. ഇറക്കിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇറക്കി, ഇന്ന് എൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലിരിക്കുന്ന 600 രൂപ എന്ന് പറഞ്ഞപ്പോൾ ആ 600 രൂപ അല്ല, ഇന്ന് നിനക്ക് ഇതിൽ കൂടുതൽ പൈസ ഉണ്ടെന്നും പറഞ്ഞു ഒരു കെട്ട് 500-ൻ്റെ നോട്ടെടുത്ത് കാണിച്ച് നിനക്കെന്ന് വിളിച്ചപ്പോഴേ എൻ്റെ സമനില തെറ്റി. അവിടുന്ന് ആ രീതി പടിഞ്ഞാറോട്ട് വന്ന് ആ പല ഭാഷകളും അവൻ സംസാരിച്ച ഭാഷകളൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് എന്നെ ഇറക്കത്തില്ലെന്ന് കണ്ടപ്പം ഞാൻ പറഞ്ഞ് ചീത്ത 2 ഭാഷ 2 വട്ടം വിളിച്ചപ്പോഴും അവൻ ഇറക്കത്തില്ല. അപ്പം എന്നോട് പറഞ്ഞ് അവൻ്റെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവിടെ നിന്നപ്പം ഞാനൊരു ചീത്ത വിളിച്ചുകൊണ്ടാണ് അവൻ എന്നെ കൈയുടെ മുട്ടുകൊണ്ട് ഇടിച്ച് തറയിലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വയബോധവും ഇല്ല. അടുത്തിരുന്ന് വീട്ടുകാർ ഓടി വന്ന് എനിക്ക് ഇച്ചിരി വെള്ളം തന്നു. ഞാൻ കുടിച്ച്. അന്നേരം അവർ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ ഞങ്ങളുടെ പുലിക്കുളത്തോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. പ്രതികരിച്ചതോടെ ഓടുന്ന വാഹനത്തിൽ നിന്ന് കൈമുട്ടുകൊണ്ട് ഇടിച്ച് താഴെയിട്ടു. മുഖത്തിന്റെ ഒരു ഭാഗത്ത് മർദ്ദനം മൂലം ക്ഷതമേൽക്കുകയും ചെയ്തു. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ചേച്ചി ഈ പുലിക്കുളം വാർഡിൽ താമസിക്കുന്നതാണ്. ഇവരുടെ അച്ഛൻ്റെ വീട് ഈ പ്രതി എന്ന് പറയുന്ന മഠത്തിൻ്റെ വീടിനടുത്താണ്. അപ്പോൾ അവരിടയ്ക്ക് അവിടെയും പോയി താമസിക്കാറുണ്ട്. പക്ഷേ ഒരാഴ്ച മുമ്പാണ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം വണ്ടിയെ ബലമായിട്ട് പിടിച്ച് കയറ്റി ഇവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരോട് അസഭ്യമായി സംസാരിക്കുകയും ഇവരെ അവരെ ലൈംഗിക ചുമയോടുകൂടി സംസാരിച്ചു. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ് എന്നെ ഇവിടെ ഇറക്ക് എന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. അവർ സ്പീഡിൽ വണ്ടി വിട്ടിട്ട് അയാൾ ഒരു ആലി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷന് കിഴക്കോട്ട് മാറി വണ്ടി അവരെ ഇറക്കണമെന്ന് പറഞ്ഞ് ഇവർ ചീത്ത പറഞ്ഞു, വിഷമിച്ച് വെള്ളപ്പെട്ട് ചീത്ത പറഞ്ഞപ്പോൾ അവനെ ഇറക്കുന്ന കൂട്ടത്തിൽ തന്നെ വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് പുറം കൈ കൊണ്ട് ഇങ്ങനെ ഇടിക്കുകയാണ്. ആ ഇടിയാണ് ഈ ചേച്ചിയുടെ കണ്ണിന് കൊണ്ടതും ഈ ഞരമ്പിന് പ്രശ്നമുള്ളതും. പിന്നെ അവിടുന്ന് ഇവിടെ വന്ന് അവർ പിള്ളേരോടൊന്നും പറഞ്ഞില്ല. അവർ പോയി എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് പറയാതെ അവർ നേരെ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വണ്ടാനത്തിൽ ചെന്നപ്പോഴാണ് പറയുന്നത്, മോളോട് പറയുന്നത്, അയാളുടെ ഈ ചേച്ചിയുടെ മോളോട് പറയുന്നത് ഇങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് ഇങ്ങനെ നിങ്ങൾ വിഷയത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുമല്ലോ എന്നുള്ള വിഷയം പേടികൊണ്ടാണ്. അത് നമുക്ക് നിയമപരമായിട്ട് പോയാൽ മതി, എന്തുപോലെ ഇതിൻ്റെ ഒത്തീർപ്പിനും കാര്യമൊന്നുമില്ല. പിന്നെ അതിനുശേഷം അവരുടെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളൊക്കെ കൂടെ വന്ന് ഈ ചേച്ചിയോട് സംസാരിക്കുകയും ഒത്തീർപ്പാക്കണം, നിങ്ങൾക്ക് വേണ്ട സാമ്പത്തിക ഹോസ്പിറ്റലിൽ ചിലവായ പൈസ ഞങ്ങൾ തരാം, എത്ര വേണമെങ്കിലും തരാം എന്നുള്ള രീതിയിലാണ്. കോൺഗ്രസ് നേതാവിനെതിരെ ശൂരനാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇയാളെ പിടികൂടാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മകനും രോഗബാധിതയായ ഭർത്താവും സഹോദരിയുമാണ് ഇവർക്കുള്ളത്.
വീട്ടുജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഇവരുടെ ആശ്രയം. ഈ വിളിച്ചു പോകുന്ന സമയത്തെല്ലാം റോഡ് നീളെ ആളുകൾ നോക്കി നിൽപ്പുണ്ട്. പക്ഷെ ആരും എന്നെ രക്ഷിക്കാൻ അവിടെ വന്നില്ല. അപ്പം ഞാൻ അവിടുന്ന് ആശുപത്രി പോകാമെന്ന് പറഞ്ഞിട്ടും പോകാതെ ഞാൻ ഇവിടെ വന്ന്, ഞാനാണേ ഹാർട്ട് രോഗിയാണ്. എൻ്റെ മരുന്ന്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എന്തുകൊണ്ടിരിക്കുന്നതിന് ഞാൻ വന്നില്ലേ. പിടിച്ചൊന്ന് പൊക്കാൻ പോലും ആളില്ലാത്ത ആ അവസ്ഥയെ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്ന് വിചാരിച്ച് ഏത് പണിക്കും ഞാൻ ജോലി, മാനം വിറ്റല്ലാത്ത എല്ലാ ജോലിക്കും ഞാൻ പോകും. എന്നോട് ഈ കാണിച്ച ക്രൂരത എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനു വേണ്ടി നീതി ലഭിച്ചു തരണമെന്ന് താഴ്മയായി നിങ്ങളോട് ഞാൻ സംസാരിക്കുവാന്ന്. അതിനെന്താണെന്ന് വെച്ചാൽ നീതി തരണം. എൻ്റെ കണ്ണിന് കാഴ്ചയില്ല. എൻ്റെ കണ്ണിൻ്റെ ഇവിടെ അസ്ഥികൾ പൊട്ടിപ്പോയി. ഇനി കണ്ണിനകത്ത് ബ്ലഡ് കട്ടിയായി കിടക്കുന്ന പലതരത്തിലുള്ള രോഗിയാണ്. ഇവർക്ക് മർദ്ദനമേറ്റതോടെ വരുമാനം നിലയ്ക്കുകയും ചെയ്തു. കേസ് പിൻവലിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ശ്രമം ആരംഭിച്ചതായും പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷനിലും കൂടെ നമുക്കൊരു അതും പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇവിടെ ഈ പോലീസ് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വലിയ മാറ്റമൊന്നുമില്ലെന്നുള്ള എനിക്ക് പറയേണ്ടി വന്നത്. നിങ്ങളിപ്പോൾ ഇത് കൊടുക്കുമ്പോൾ അതൊരു കറക്റ്റ് ഇതാവും. എന്നാലും ഞാൻ ഒരു പാർട്ടിക്കാരായാലും പറയുകയാണ്, നമ്മൾ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ടവർ ചെല്ലുമ്പോൾ ഇതാണ് സ്ഥിതി. അവരുടെ ആ ഒരു ബൈറ്റ്, അവരുടെ ആ മൊഴി കറക്റ്റ് ആയിട്ട് എല്ലാ പോയിന്റിൽ ചേർക്കണ്ടേ കേസായിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ കോൺഗ്രസിൻ്റെ നേതാവ് വന്നിട്ട് ഒരു പുതിയതായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ, ഈ ചേച്ചിയുടെ ഭർത്താവിനെ, നമ്മുടെ അളിയനെ വിളിച്ചിട്ട് വെളിയിലോട്ട് പോകാം. അപ്പോൾ മൊഴി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ പോലീസുകാർക്കും അറിയാം. ഒരു 2 മിനിറ്റത്തേക്ക് ചേച്ചിയെ വെളിയിലോട്ട് വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംസാരിച്ച് ലെവലാക്കാൻ വേണ്ടി നമ്മൾ ചേച്ചിക്ക് ചേട്ടനോട് പറഞ്ഞില്ലേ, ചേട്ടനോടല്ലേ പറഞ്ഞു, ഇത് 1 ലക്ഷം രൂപയുണ്ട്, ബാക്കി എത്ര രൂപ വേണമെങ്കിലും തരാം, അങ്ങനെ നമുക്കത് ഒതുക്കി തീർക്കണം, നമ്മളൊക്കെ അങ്ങനെ ആണല്ലോ. ഇനിയിപ്പോൾ പോയാൽ അതിന് പിന്നെ ഇപ്പോൾ അവരെത്ര പാവത്തുങ്ങളും പട്ടിണിക്കാരും ആയതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത് അല്ലേ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ മുക്കടവിലെ കൊലപാതകം അന്വേഷണം മന്ദഗതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത ഏറെയാണ്. ഇതോടെ അന്വേഷണം വഴിമുട്ടുമോ എന്നാണ് ആശങ്ക. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചേർന്നു നടത്തിയ പരിശോധനകൾക്കും വിശകലനത്തിനുമൊടുവിൽ മുക്കടവിൽ നടന്നത് ക്രൂരമായ കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയും പുനലൂർ സബ് ഡിവിഷന്റെ ചുമതലയുമുള്ള TR ബിജുവിന്റെ നേതൃത്വത്തിൽ 20ഓളം പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഡിവൈഎസ്പിയെ കൂടാതെ പുനലൂർ, ഏരൂർ സ്റ്റേഷനുകളിലെ SHOമാരും സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരാണ്. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ 2 SHOമാർക്കും സ്ഥലം മാറ്റമുണ്ടാകും. ഇതോടെ അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടം കേസിൽ ഇല്ലാതെയാകും. ആദ്യഘട്ടത്തിൽ ഉചിതമായി മുന്നോട്ട് പോയ അന്വേഷണം പിന്നീട് മന്ദഗതിയിലാവുകയായിരുന്നു. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തപ്പോൾ പ്രാദേശികമായി കാര്യങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയില്ലെന്നും തെളിവ് ശേഖരണം വേണ്ട വിധത്തിൽ നടന്നില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനുള്ള നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചെങ്കിലും വേണ്ട വിധത്തിൽ പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ മരിച്ചയാളെ തിരിച്ചറിയാനുള്ള അന്വേഷണമാണ് നടന്നുവരുന്നത്. ഇതിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും ആളെ കാണാതായ കേസുകൾ വിശദമായി പരിശോധിച്ചിരുന്നു. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് 4ഓളം DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. കഴിഞ്ഞ 23-നാണ് മലയോര ഹൈവേയിൽ മുക്കടവിൽ തോട്ടത്തിന് മുകൾ ഭാഗത്തായി ആളുകേറാമലയിൽ ദിവസങ്ങളോളം പഴക്കമുള്ള ജീർണിച്ച മൃതദേഹം മരത്തിൽ ചങ്ങലകൾ ഉപയോഗിച്ച് കാലുകൾ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ട സ്ഥലത്ത് കന്നാസും ഒഴിഞ്ഞ ബാഗുകളും കത്തിയ നിലയിൽ തുണിക്കഷ്ണങ്ങളും ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം മൃതദേഹം പുരുഷന്റേതാണെന്നും നെഞ്ചത്തിൽ ആഴത്തിലേറ്റ കുത്താണ് മരണകാരണമെന്നും ഒരു കാലിന് സ്വാധീനം കുറഞ്ഞയാളാണ് കൊല്ലപ്പെട്ടതെന്നും തെളിഞ്ഞിരുന്നു. ഡ്രോൺ ക്യാമറ ഉൾപ്പെടെ എത്തിച്ച് പരിശോധനകൾ നടത്തുകയും കൊല്ലം റൂറൽ പോലീസിന്റെ സൈബർ വിഭാഗം ഫോൺ കോളുകൾ വിശദമായി പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായ കൊലപാതകമാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത്. മൃതദേഹം കണ്ടെത്തി 22 ദിവസം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അന്വേഷണ സംഘത്തിലെ നിലവിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റ നടപടിയിൽ നിന്നും ഒഴിവാക്കുക, ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും ഏജൻസികൾക്ക് കേസ് കൈമാറുകയോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിൽ സംവരണ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംവരണ വാർഡുകൾ നിശ്ചയിച്ചത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംവരണ വാർഡുകൾക്കായുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. 16 വാർഡുകൾ ഉണ്ടായിരുന്ന തെന്മല പഞ്ചായത്തിൽ പുളിമുക്ക് കൂടി ചേർത്ത് 17 വാർഡായി മാറി. 5-ാം വാർഡ് നമ്പറാണ് പുതിയതായി വന്ന പുളിമുക്ക് വാർഡ്. 1-ാം വാർഡ് ചെറുകടവും 15-ാം വാർഡ് വെള്ളിമലയും പട്ടികജാതി സ്ത്രീ സംവരണ വാർഡാണ്.
16-ാം വാർഡ് ചെറുതന്നൂർ പട്ടികജാതി ജനറൽ വിഭാഗത്തിലാണ്. നാഗമല, തെന്മല, പുളിമുക്ക്, ഇന്ദിരാനഗർ, ഉരുകുന്ന്, തേവർകുന്ന്, ചാലിയേക്കര വാർഡുകൾ വനിതാ വിഭാഗത്തിലാണ്. 10 ഏക്കർ, ഒറ്റയ്ക്കൽ, ആനപ്പെട്ടക്കൊങ്കൽ, ആണ്ടൂർപ്പച്ച, തേക്കിൻകൂപ്പ്, ഉദയഗിരി, ഇടമൺ വാർഡുകൾ ജനറൽ വിഭാഗത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ വെഞ്ചേമ്പ് പിനാക്കിൽ വ്യൂ പച്ചമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം റവന്യൂ വകുപ്പും ജിയോളജി അധികൃതരും സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇതേസമയം ശക്തമായ മഴയിൽ വെഞ്ചേമ്പ് മാർക്കറ്റിൽ ഉൾപ്പെടെ വെള്ളം കയറി, ഗതാഗതവും സ്തംഭിച്ചു. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായ വെഞ്ചേമ്പ് പിനാക്കിൽ വ്യൂ പച്ചമലയിലാണ് ജിയോളജി വിഭാഗം സന്ദർശനം നടത്തിയത്. ഇതോടൊപ്പം റവന്യൂ വകുപ്പ് അധികൃതരും സന്ദർശനം നടത്തി. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികാമ്മ, പഞ്ചായത്ത് അംഗം എസ് പ്രദീപ്, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്ദർശനം നടത്തി. ഇവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്ന് ശാസ്ത്രീയ പഠനം നടത്താൻ ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് ശുപാർശ നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച തഹസീൽദാർ അജിത്ത് ജോയി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പിനാക്കൽ വ്യൂ പച്ചമലയിൽ ഉരുൾപൊട്ടലിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ നാശനഷ്ടം സംഭവിച്ചത്. തെന്മല, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകൾ മാത്രമാണ് നിലവിൽ പുനലൂർ താലൂക്കിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശ പട്ടികയിലുള്ളത്. 3 മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയുടെ പിന്നാലെയാണ് 3 ഏക്കറോളം വിസ്തൃതിയുള്ള കൂറ്റൻപാറയുടെ മുകൾ ഭാഗത്ത് കൃഷിഭൂമി പൂർണ്ണമായും ഇടിഞ്ഞ് ഒഴുകിയത്. 100-ലധികം റബ്ബർ മരങ്ങളും വാഴകളും ഉരുൾപൊട്ടലിൽ നശിച്ചു. പ്രധാന തോട് വരെയുള്ള ഭാഗത്തെ കൃഷിയിടങ്ങളിൽ ഉരുൾപൊട്ടിയ മണ്ണും എക്കലും അടിഞ്ഞു കിടക്കുകയാണ്. ഈ ഭാഗത്ത് 4 അതിഥി തൊഴിലാളികൾ താമസിച്ചിരുന്നെങ്കിലും ഇവർ ദീപാവലിയായതിനാൽ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. വലിയ ശബ്ദത്തോടെ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നതോടെ സമീപത്തെ വെഞ്ചേമ്പ് പൊളിമൂട്ടൽ മേലേതിൽ മണിയും കുടുംബവും രാത്രി തന്നെ മാറി താമസിച്ചു. കരവാളൂർ, അഞ്ചൽ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന റോഡ് കടന്നുപോകുന്നത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന് തൊട്ട് മുകൾ ഭാഗത്തു കൂടിയാണ്. ഈ മേഖലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായി ഇവിടെ സമാന സ്വഭാവമുള്ള മറ്റു കുന്നുകളുള്ളതിനാൽ മേഖലയിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. ഗതാഗത സൗകര്യമില്ലാത്ത ഭാഗമായതിനാൽ ഇവിടെ സന്ദർശിച്ച ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ചെളിയിലൂടെ കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു. ഇതേസമയം കനത്ത മഴയിൽ വെഞ്ചേമ്പ്, കോലിയക്കോട്, തോയിത്തല, തേവിയോട് തോടുകളിലെ ജലനിരപ്പ് വർദ്ധിച്ചു. മഴ പൊട്ടിയതോടെ വെഞ്ചേമ്പ് മാർക്കറ്റിൽ വെള്ളം കയറി, ഗതാഗതവും സ്തംഭിച്ചു. റേഷൻ കടയിലും വെള്ളം കയറി, അരിച്ചാക്കുകൾ നശിച്ചു. ജനസേവന കേന്ദ്രത്തിലും മാവേലിശ്വരം ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വികസന രേഖ പ്രകാശനവും നടത്തി. ഗ്രാമപഞ്ചായത്തിനെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലാണ് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നടത്തിയത്. വിവര പൊതുജനസമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായ വികസന പദ്ധതികൾ വികസന സദസ്സിൽ അവതരിപ്പിച്ചു. ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വികസന സദസ്സിന്റെ ഉദ്ഘാടനം മുഖത്തല അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. അതിന്റെ ആഘോഷമാണ്. ഈ പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളെയും കണക്കെടുത്തി പഞ്ചായത്ത് പ്രഖ്യാപിച്ചു. ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്കൂള് നന്നാക്കി, നമ്മുടെ ആശുപത്രി നന്നാക്കി, സ്കൂളിലെ പുതിയ കെട്ടിടമൊക്കെ ആയിരുന്നു. സ്കൂൾ കെട്ടിടം മാത്രമല്ല, കമ്പ്യൂട്ടർ, ഞാൻ കമ്പ്യൂട്ടർ കൈകൊണ്ട് തൊട്ടാണ് PhD കഴിഞ്ഞപ്പോഴാണ് കമ്പ്യൂട്ടർ എന്തൊക്കെ സൗകര്യം നമ്മുടെ കുട്ടികൾക്ക്. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് GS സിന്ധു അധ്യക്ഷത വഹിച്ചു. ADM G നിർമ്മൽകുമാർ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു. അത് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പട്ടിണി കിടക്കുന്നവരാരുമില്ല എന്നുള്ള പ്രഖ്യാപനം. പക്ഷേ 2025 സ്വാതന്ത്ര്യം 75 വർഷം കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് എത്താൻ ഇത്രയും കാലം എടുത്തു എന്നുള്ള വസ്തുത നിലനിർത്തുന്നു. എങ്കിലും ബെറ്റർ ലൈഫ് നിലനിർത്തുന്നതാണ്. ഒരിക്കലും നമുക്കത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു, അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ തുടങ്ങി, ഇപ്പോഴും പരിഹരിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല, എല്ലാവരും തുടർച്ചയാണ്. ഇനി ഔപചാരികമായി അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചുകൊണ്ടും
ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച തൊഴിൽമേള ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MR ജയഗീത ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി പ്രവർത്തകർ, ആശാവർക്കർമാർ തുടങ്ങിയവരെ ആദരിച്ചു. കാർഷിക മേള, കുടുംബശ്രീ സംരംഭകരുടെ പ്രദർശനവും വിപണനവും, അംഗനവാടി പോഷകാഹാര പ്രദർശനം, സ്മാർട്ട് ക്ലിനിക്, മെഡിക്കൽ ക്യാമ്പ്, എക്സിബിഷൻ എന്നിവയും നടന്നു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. യശോദ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹുസൈൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ NS പ്രസന്നകുമാർ, സെൽവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിവകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ A. ഷാനിബ, ഷീബ, സതീഷ് കുമാർ, സജീവ്, പഞ്ചായത്ത് അംഗങ്ങളായ T. വിലാസിനി, L. ജലജകുമാരി, P. ബിനു ജോൺ, ഷിബുലാൽ, സജാദ് സലീം, വസന്ത ബാലചന്ദ്രൻ, S. ഇന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുണ്ടറ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഉപ്പൂട് MM ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം. പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്ര മേളകളിൽ 1ാം സ്ഥാനവും ശാസ്ത്രമേളയിൽ 2ാം സ്ഥാനവും നേടിയാണ് സ്കൂൾ നേട്ടം കൈവരിച്ചത്. ശാസ്ത്രോത്സവത്തിൽ സബ് ജില്ലാ കിരീടം നേടിയാണ് ഉപ്പൂട് മഹാത്മജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാടിന് അഭിമാനമായത്. കുണ്ടറ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഉപ്പൂട് MM ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നേട്ടം കരസ്ഥമാക്കിയത്. പ്രവൃത്തി പരിചയമേള, ഗണിതശാസ്ത്രമേള, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവൃത്തി പരിചയമേള, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതശാസ്ത്രമേള എന്നീ വിഭാഗങ്ങളിൽ 1ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശാസ്ത്രമേളയിൽ 2ാം സ്ഥാനവും നേടിയാണ് സ്കൂൾ നേട്ടം കൈവരിച്ചത്. ട്രോഫികളുമായി വിദ്യാർത്ഥികളും അധ്യാപകരും കിഴക്കേക്കല്ലട പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് സ്കൂളിലേക്ക് വിജയാഹ്ലാദ പ്രകടനം നടത്തി. മികവിന്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി MMHSS ഉപ്പൂടിന് സ്വന്തം. കുണ്ടറ ഉപജില്ലാ ശാസ്ത്രോത്സവം ഓവറോൾ ചാമ്പ്യൻസ്. തുടർന്ന് സ്കൂളിൽ അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് G. ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ M. സുലതാമണിയമ്മ വിജയികളെ അനുമോദിച്ചു. പ്രഥമാധ്യാപിക സൂര്യ KG നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം. 2 തവണയായി 800 രൂപ ബുധനാഴ്ച വർദ്ധിച്ചു. പവന് 94,920 രൂപയായി. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 11,865 രൂപയായാണ് വർദ്ധിച്ചത്. സ്വർണ്ണവില ബുധനാഴ്ച 2 തവണ മാറി. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വില വർദ്ധിച്ചു. ഉച്ചയ്ക്ക് ശേഷം പവന് 400 രൂപയാണ് വർദ്ധിച്ചത്. രാവിലെയും പവന് 400 രൂപ വർദ്ധിച്ചിരുന്നു. ഇതോടെ 1 പവന് 94,920 രൂപയായി. ഗ്രാമിന് 50 രൂപയും വർദ്ധിച്ച് 11,865 രൂപയായി. ഇതോടെ ബുധനാഴ്ച പവന് 800 രൂപയുടെ വർധനവുണ്ടായി. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില നിലവാരമാണിത്. കഴിഞ്ഞ ദിവസം സ്വർണ്ണവില 3 തവണയും മാറിയിരുന്നു. രാവിലെ വർദ്ധിക്കുകയും ഉച്ചയ്ക്ക് കുറയുകയും വൈകിട്ട് വീണ്ടും വർദ്ധിക്കുകയുമായിരുന്നു സ്വർണ്ണവില. ഒക്ടോബർ 3-ലെ 86,560 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. ആയുർവേദത്തിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അറിവുകൾ സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലത്ത് ആയുർവേദ ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി തന്നെ എല്ലാ മരുന്നുകളെ പറ്റിയും മനുഷ്യന് പറഞ്ഞു തരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രകൃതി തന്നെ എല്ലാ മരുന്നുകളെ പറ്റിയും മനുഷ്യന് പറഞ്ഞു തരുന്നുണ്ട്. പ്രകൃതി തന്നെ നമുക്ക് അറിവ് നൽകിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പൂർവികർ നൽകിയിട്ടുള്ള അറിവുകൾ അത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകണമെന്നും മന്ത്രി പറഞ്ഞു. ആയുർവേദ ദിനാചരണം പ്രജ്വലയുടെ സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പരമ്പരാഗതമായ പാരമ്പര്യത്തിൻ്റെതായ പല കാര്യങ്ങളുണ്ട്, ഓരോ മേഖലയിലുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്തരം അറിവുകൾ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രകൃതിയാണ് എല്ലാ മരുന്നുകളും മനുഷ്യർ പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രകൃതി തന്നെ പഠിപ്പിച്ചിട്ടുള്ള പല ചികിത്സകളുമുണ്ട്. മൃഗങ്ങൾ ഉൾപ്പെടെ ചില സമയത്ത് ചില ഇലകൾ കടിക്കും, ചില കല്ലുകൾ ഭക്ഷിക്കും. പ്രകൃതി അതൊന്നും ഒരു സ്ഥലത്ത് പഠിച്ചിട്ടൊന്നാണ്. മൃഗങ്ങൾ നമ്മൾ കണ്ടാൽ പറയില്ല ഇതിന് വയറ്റെന്തോ അസുഖമുണ്ടെന്നോ ഇന്നത് കടിക്കുന്നു. എന്നാൽ പ്രകൃതിയിൽ നിന്നുള്ള പരിശീലനം മനുഷ്യന് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിശീലനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി നൽകിയിട്ടുള്ള വലിയ അറിവുണ്ട്. അത് നമ്മുടെ പണ്ടേ നമ്മുടെ പൂർവികർ നൽകിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുക. ലോകത്തെല്ലായിടത്തും ഈ പാരമ്പര്യ ചികിത്സാ രംഗത്ത് ഉണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മനോരമ പത്രത്തിൽ ഒരു 10-15 വർഷം മുമ്പ് വന്ന
ലാറ്റിൻ അമേരിക്കയിലെ ഒരു പാരമ്പര്യ, ഇവിടുത്തെ ആദിവാസി എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു പാരമ്പര്യ ദിവസത്തെ ഒരു വാക്ക് വന്നത് ഞാൻ മറ്റ് ചില ഇന്ത്യൻ ചില പരാമർശിക്കാൻ ഞാൻ നമ്മുടെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിജ്ഞാന വ്യവസ്ഥയുടെ സമഗ്ര ദർശനം എന്ന വിഷയത്തിൽ ഡോക്ടർ പ്രിയ വേണുഗോപാൽ ക്ലാസ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു. എം മുകേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അനിൽകുമാർ, ഡോക്ടർ MS അനു, ഡോക്ടർ വിനീത ആർ, പുഷ്കരൻ, CP ലതീഷ് കുമാർ, ഡോക്ടർ V ബിന്ദു, ഡോക്ടർ P പൂജ, A അഭിലാഷ്, ഡോക്ടർ KV പ്രദീപ്, ഡോക്ടർ NV രമേശ്, ഡോക്ടർ S അനിൽകുമാർ, ഡോക്ടർ രശ്മി S രാജ്, ഡോക്ടർ PK നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന് ആക്ഷേപം. പരബ്രഹ്മ വിശ്വാസ സമിതിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അധികാരമേറ്റ 8 പേരുടെ നോമിനേഷൻ തള്ളിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണവുമായാണ് പരബ്രഹ്മ വിശ്വാസ സമിതി രംഗത്തെത്തിയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അധികാരമേറ്റ അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, G സത്യൻ എന്നിവരുൾപ്പെടെ 8 പേരുടെ നോമിനേഷൻ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് RSS അജണ്ട നടപ്പാക്കാനുള്ള ഗൂഢലക്ഷ്യമാണെന്നും പരബ്രഹ്മ വിശ്വാസ സമിതി ആരോപിച്ചു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലേക്ക് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി A രാമകൃഷ്ണനെയും മറ്റ് 2 പേരെയും നിയമിച്ചു. അധികാരം കൈമാറിയവരെ അയോഗ്യരാക്കിക്കൊണ്ട് നോമിനേഷൻ തള്ളിയത് നിയമലംഘനവും നീതീകരിക്കാൻ കഴിയാത്തതുമാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. റിട്ടേണിംഗ് ഓഫീസർ ബോധപൂർവമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് പല തെളിവുകളുമുണ്ട്. സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുക്കാത്ത സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിയത് മറ്റൊരു തെരഞ്ഞെടുപ്പിലും നടക്കാത്തതാണ്. തെരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷം നടപടിക്രമങ്ങൾ ആരംഭിച്ചതിനു ശേഷവും മാർഗനിർദ്ദേശങ്ങൾ മാറ്റുന്നത് ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്നും ഇവർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഞങ്ങൾ വിചാരിച്ച ഒരു കമ്മീഷൻ ഇങ്ങനെ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം കുറച്ച് നീതിപൂർവമായി പോകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ നിലവിലുള്ള ഭരണസമിതിയിലെ കുറച്ചു പേരെ ഒരു കാരണവുമില്ലാതെ അയോഗ്യരാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം സൂക്ഷ്മപരിശോധനയ്ക്ക് പറയാം. കാരണം സൂക്ഷ്മപരിശോധന നടത്തിയ എങ്ങനെയാണ് നമുക്കറിയാം. ഒരു റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ തയ്യാറെടുപ്പ് സമയത്ത് ആ നോമിനേഷനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ട രീതിയിലേ അല്ല അവിടെ സൂക്ഷ്മ പരിശോധന നടത്തിയത്. അവിടെ സൂക്ഷ്മ പരിശോധന ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്താൽ ആ സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ അത് തള്ളിക്കളയുന്ന രാജ്യത്തൊരിടത്തുമില്ലാത്ത ഒരു പ്രക്രിയ അദ്ദേഹം നടപ്പാക്കുകയാണ്. എന്ത് ജനാധിപത്യമാണ്? ആര് പറഞ്ഞിട്ടായി ചെയ്യുന്നു? വിശ്വാസിയെ തകർക്കുന്നു. വിശ്വാസികളോട് സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇന്ന കാരണമുണ്ട്. റിട്ടേണിംഗ് ഓഫീസർ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ച് കൊല്ലം സബ് കോടതിയിൽ ഇദ്ദേഹത്തെ നിയമിച്ചപ്പോൾ തന്നെ ഭരണസമിതി അംഗങ്ങൾ ഹർജി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഓച്ചിറയുടെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന വർഗീയ കക്ഷികളുടെയും വെറുപ്പും വിദ്വേഷവും പടർത്തുന്നവർക്കും സഹായകരമായി റിട്ടേണിംഗ് ഓഫീസ് നിൽക്കുകയാണ്. നീതിപൂർവമായി ആരുടെയും അവകാശങ്ങൾ നിഷേധിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പരബ്രഹ്മ വിശ്വാസ സമിതി ആവശ്യപ്പെട്ടു. നോമിനേഷൻ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കുന്ന പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം നടക്കുന്ന കാര്യനിർവഹണ സമിതി തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം നടക്കുന്ന രക്ഷാധികാരി തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ വെക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർ നമ്മോട് ചോദിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനകത്ത് എന്താണ് കാര്യമെന്നാണ് ചോദിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ പറയാം, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ നടപ്പിലാക്കുന്ന സ്ഥലമല്ല ക്ഷേത്രം. പക്ഷേ ഓച്ചിറ ക്ഷേത്രം കുമ്പളത്ത് ശങ്കപ്പിള്ളയും കുഞ്ഞം വക്കീലും തുടങ്ങി ഇനി അറ്റം വരെ അഡ്വക്കേറ്റ് K ഗോപിനാഥൻ വരെ അതിനിടയിൽ MR ഗോപാലകൃഷ്ണനും പൊട്ടക്കനയും അടക്കമുള്ള രാഷ്ട്രീയത്തിലെ അധികാരികന്മാർ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളായിരുന്നു. അവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരുന്നു. ഭാർഗവ വക്കീൽ CPയുടെ നേതാവായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അന്ന് മുതൽ തുടക്ക കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഭരിച്ചപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയായിരുന്നു അതിനകത്തെല്ലാം ഭരണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. വ്യാഴാഴ്ചയോടെ സംസ്ഥാനത്ത് നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പൂർണ്ണമായും പിൻവാങ്ങുമെന്നാണ് പ്രതീക്ഷ. തുലാവർഷത്തിന്റെ വരവറിയിച്ചുള്ള മഴയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കുന്നത്. തുലാവർഷത്തിനുള്ള അന്തരീക്ഷ ഘടകങ്ങൾ അനുകൂലമാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിനോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത.
തെക്കൻ കേരളത്തിൽ മഴ കൂടുതൽ ശക്തമാകും. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലവിലുള്ള ചക്രവാത ചുഴി കന്യാകുമാരി തീരം വഴി തെക്ക് കിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിൽ കേരള തെക്കൻ കർണാടക തീരത്തിന് സമീപം ഞായറാഴ്ചയോടെ എത്തിച്ചേർന്ന ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും. ഒപ്പം കാലവർഷത്തിന്റെ വിടവാങ്ങലും തുലാവർഷത്തിന്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ചക്രവാത ചുഴി കന്യാകുമാരി തീരം വഴി തെക്ക് കിഴക്കൻ അറബിക്കടലിലേക്ക് കടക്കുന്നതോടെയാണ് തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്. കായംകുളം പ്രവാസി ചാരിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. ചാരിറ്റിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വീട് നിർമ്മിച്ച് നൽകിയത്. സൗദി അറേബ്യയിലെ ദമാമിലുള്ള കായംകുളം നിവാസികളുടെ കൂട്ടായ്മയാണ് കായംകുളം പ്രവാസി ചാരിറ്റി. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ, ഫാസിസ് തടവറയാൻ അടിമയാൽ നിൽപ്പൂനി. സൗദി അറേബ്യയിലെ ദമാമിൽ സേവനമനുഷ്ഠിക്കുന്ന കായംകുളം നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ കായംകുളം പ്രവാസി ചാരിറ്റിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് വീടിന്റെ താക്കോൽ കൈമാറിയത്. അഭയം ചാരിറ്റിയുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ അവന്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ്. ചെവി മനസ്സുകൊണ്ടല്ല, അല്ലെങ്കിൽ നാവിലൂടെ ഈ ശബ്ദം വന്നെങ്കിലും നാവല്ല അവിടെ പ്രവർത്തിച്ച ഹൃദയത്തിൽ നിന്നുള്ള ശബ്ദമാണ് നമ്മൾ കേട്ടത്. എത്രയെത്ര കഷ്ടതകൾ, എത്രയെത്ര പ്രതിസന്ധികൾ അതെല്ലാം നേരിട്ട് സ്വന്തമായി കഠിന പ്രയത്നം ചെയ്ത് സ്വന്തമായി കരുതലായി ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥയെത്തിയപ്പോൾ ഒന്നും മറന്നില്ല. തൻ്റെ ജന്മസ്ഥലത്തെ മറന്നില്ല, ഈ കായംകുളത്തെ മറന്നില്ല, ബന്ധുമിത്രാദികളെ മറന്നില്ല, അയൽക്കാരെ മറന്നില്ല, ഈ നാടിനെ മറന്നില്ല എന്നുള്ളതാണ് എവിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്വം. പ്രവാസി ചാരിറ്റി ചെയർമാൻ എബി ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ തവണ വ്യവസ്ഥയിൽ അവർക്കൊരു ആ രോഗികൾക്ക് മാത്രം തവണ വ്യവസ്ഥയിൽ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് മരുന്നുകൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഇത് കൂടാതെയാണ് എല്ലാ വർഷവും നമ്മൾ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ളൊരു പദ്ധതി കൂടി ഞങ്ങളൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി കഴിഞ്ഞ 3 വർഷം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 4ാമത്തെ വീടാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. തൃശൂർ ചേറൂർ ഓംനിസ്റ്റ് സൊസൈറ്റി അധ്യക്ഷൻ സ്വാമി ആത്മദാസ് യമി, സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ താഹ മുസലിയാർ, ഓർഫനേജ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാദർ സോനു ജോർജ് എന്നിവർ ചേർന്നാണ് വീടിന്റെ താക്കോൽ കൈമാറിയത്. നഗരസഭാ കൗൺസിലർമാരായ ഷാമില സിയാദ്, അൻഷാദ് വാഹിദ്, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരായ അഡ്വക്കേറ്റ് യേശുജി, പാലമുറ്റത്ത് വിജയകുമാർ, വള്ളികൾ റസാക്ക്, കെ പി മോഹൻദാസ്, ഫാദർ ഫിലിപ്പ് ജമ്മത്ത് കളത്തിൽ, ഷാനവാസ്, അൻവർ, മുഹമ്മദ് ഷമീർ, സിയാദ് കോട്ടയിൽ എന്നിവർ പങ്കെടുത്തു. അൽഹംദുലില്ലാ, ഞാൻ ആദ്യം പടച്ചവനോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ വസ്തു മേടിച്ച് തന്ന ഷെരീബിക്കടുത്തും വീട് വെച്ച് തന്ന എബിക്കടുത്തും എല്ലാവർക്കും വേണ്ടി എൻ്റെ വിഷമങ്ങൾ കണ്ട സിയാദ്, അൻഷാദ് എല്ലാവർക്കും വേണ്ടി ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നു. എനിക്ക് ഒരുപാടൊന്നും സന്തോഷമായി. ഒരുപാട് വിഷമിച്ച് നടന്ന സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇതായതിനകത്തെല്ലാം എനിക്ക് നല്ല സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. UDF വികസന സദസ്സ് ബഹിഷ്കരിച്ചു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം, തൊഴിൽമേള എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന്റെ വികസനം സംബന്ധിച്ച് പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത്. വികസന സദസ്സിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത്. ആ ഗ്രാമസഭയിൽ എന്താണോ ഉയർന്നു വരുന്നത് അത് ഗ്രാമസഭയിൽ നിന്നും പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് വരികയും പഞ്ചായത്ത് കമ്മിറ്റി അത് ക്രോഡീകരിച്ച് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ ആനുകൂല്യത്തിന് വേണ്ടി ലിസ്റ്റ് കൈമാറുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ത്രിതല പഞ്ചായത്ത് കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് 9 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഈ പഞ്ചായത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക്
ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടത്തക്ക രീതിയിലുള്ള പദ്ധതികൾ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ വികസന സദസ്സ് ഇത്ര നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ നമ്മുടെ പഞ്ചായത്തുകൾക്ക് കഴിയുന്നത്. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. 2020-2025 കാലഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തെ, അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേഖലയിൽ ഉച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വികസന മുന്നേറ്റങ്ങളിലും മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് ലൈഫിൽ അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും ഭവനം നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ അതിദരിദ്രരായ ആൾക്കാരെ കണ്ടെത്തുക എന്നൊരു വലിയ കടമ്പയായിരുന്നു. അങ്ങനെ നമ്മൾ 48 കുടുംബാംഗങ്ങളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ഫുഡിൻ്റെ കാര്യത്തിലായാലും ഫുഡ് കിറ്റ് വിതരണം, മരുന്ന്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പഞ്ചായത്ത് അംഗം ആർ ഡി പത്മകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ എസ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീഷൻ മുഹൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറീൻ, ശ്രീലത പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതേസമയം വികസന സദസ്സ് രാഷ്ട്രീയ പരിപാടിയാക്കിയെന്നാരോപിച്ച് UDF ബഹിഷ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. കോൺഗ്രസ് നേതാവായ ശൂരനാട് വടക്ക് പുലിക്കുളം സ്വദേശിക്കെതിരെ ശൂരനാട് പോലീസിൽ പരാതി. ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. പുനലൂർ വെഞ്ചേമ്പ് പിനാക്കിൽ വ്യൂ പച്ചമലയിലെ ഉരുൾപൊട്ടൽ. സ്ഥലം റവന്യൂ വകുപ്പും ജിയോളജി അധികൃതരും സന്ദർശിച്ചു. ശക്തമായ മഴയിൽ വെഞ്ചേമ്പ് മാർക്കറ്റിൽ ഉൾപ്പെടെ വെള്ളം കയറി. സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം. 2 തവണയായി ബുധനാഴ്ച വർദ്ധിച്ചത് 800 രൂപ. പവന് 94,920 രൂപയായി. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 11,865 രൂപ. സംസ്ഥാനത്ത് തുലാവർഷത്തിന് മുന്നോടിയായി മഴ കനക്കുന്നു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ മഴ മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.